പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങൾ, ഓശാനയ്ക്ക് നന്നായിട്ടുണ്ടാകുമല്ലോ അല്ലേ? ശരിക്ക് ഓശാന എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു വലിയൊരു അഭിഷേകം കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒരു വചനം നമ്മൾ ധ്യാനിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതിൻ്റെ കൊട്ടേഷൻ നിങ്ങൾക്ക് ഹോംവർക്കാണ്. ബൈബിളൊക്കെ നോക്കിയിട്ട് അത് കുറേ പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അല്ലാത്തവർ ബൈബിൾ നോക്കിയിട്ട് ഹോംവർക്കായിട്ട് എടുക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അധ്വാനവും കണ്ണുനീരും സങ്കടങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ യേശുവിലേക്ക് ഒരു വ്യക്തി തിരിയുകയാണെങ്കിൽ ഈശോ ഒരു സമാധാനം നമുക്ക് നൽകും. ഈശോ നമുക്കൊരു ആശ്വാസം നൽകും. ഈ ലോകത്തിൽ ഒരാൾക്കും അത്തരത്തിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച ഒരു കോട്ട് ഇങ്ങനെയാണ്: ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റാത്ത കാലഘട്ടമല്ല ഇത്. ഭയങ്കര പാപത്തിൻ്റെ തിന്മയുടെ കാലഘട്ടമാണെന്നൊക്കെ പറയില്ലേ? ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റാത്ത കാലഘട്ടമല്ല, മനസ്സ് തിരിയാത്ത കാലഘട്ടമാണ്. നമ്മുടെ മനസ്സിൽ ദൈവിക കാര്യങ്ങളോട്, ആത്മീയ ശുശ്രൂഷകളോട്, ദിവ്യകാരുണ്യത്തോട് നമുക്ക് എന്തോരം മമതയുണ്ട്, എത്ര സ്നേഹമുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് നമ്മുടെ മനസ്സ് തിരിയാൻ റെഡിയാണോ? ഈ കാലഘട്ടത്തിലും ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ദൈവമേ, ഞങ്ങളുടെ മനസ്സ് തിരിയാൻ വേണ്ട ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.